ഡാറ്റാ ചോർച്ചയിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പുതിയ ആരോപണം ഉന്നയിച്ചും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലുള്ളവരുടെ വിവരങ്ങൾ ചോർത്തി. യാതൊരു മുൻകരുതലുമില്ലാതെ വിവരങ്ങൾ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാനുള്ള ഉത്തരവിന്റെ പകർപ്പ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിക്കുന്ന ശ്രീറാം സാംബശിവ റാവു അതിഗുരുതരമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 070226 OSD/01 എന്ന നമ്പറിൽ അദ്ദേഹം എഴുതിയ മറ്റൊരു കത്ത് ഞാൻ ഇന്ന് പുറത്തുവിടുകയാണ്. ഇതോടുകൂടി കേരളത്തിലെ സാധാരണ പാവപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി യാതൊരു മുൻകരുതലുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവറാവുവാണ് ഡാറ്റാ ചോർച്ചയ്ക്ക് പിന്നിലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് എന്നിവർ ചേരുന്നു. ആദ്യം ലാൽകൃഷ്ണയിലേക്ക്. ലാൽകൃഷ്ണ, രമേശ് ചെന്നിത്തല ഇന്ന് വളരെ ഗുരുതരമായ ആരോപണം എന്ന നിലയിലാണ് ഈ ഡാറ്റാ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്പ്രിംഗ്ലർ എന്നതായിരുന്നു, അതിൽ ഡാറ്റാ ചോർച്ച എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇപ്പോൾ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജീവനക്കാർക്കായി പുറത്തുവിട്ട ഒരു സന്ദേശം, അതിൻ്റെ പേരിൽ ഇപ്പോൾ ഡാറ്റാ ചോർച്ച ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ? ദിലീപ് പറഞ്ഞ പോലെ തന്നെ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല അല്പസമയങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ വെച്ച് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സ്വകാര്യ വിവരങ്ങൾ, കേരളത്തിലുള്ള 1 കോടിയിലധികം വരുന്ന ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ സർക്കാർ ചോർത്തി അതൊരു സ്വകാര്യ ഏജൻസിക്ക് വിറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണത്തിന് കൃത്യമായ തെളിവായി അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇവർക്ക് കിട്ടുന്ന ഈ നമ്പർ ചോർന്നു പോയിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സന്ദേശമാണ്. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന മറ്റുള്ള ആളുകൾ, സ്ത്രീ സുരക്ഷയിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ അടക്കമുള്ള 1 കോടിയിലധികം ആളുകൾക്ക് ഇത്തരത്തിൽ വിവരങ്ങൾ, അവരുടെ വ്യക്തിഗത വിവരങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സർക്കാരിൻ്റെ ഏജൻസിയിൽ നിന്ന് ഈ വിവരങ്ങൾ മറ്റൊരു ഏജൻസി കിട്ടുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരെക്കുറിച്ചുള്ള ആധികാരിക ഡേറ്റകളായിരിക്കും സർക്കാരിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടുണ്ടാവുക. അതായത് ഇവരുടെ പേര്, വിവരം, വയസ്സ്, പ്രായം, ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ, ആ വിവരങ്ങൾ കൃത്യമായ ഒരു സോഴ്സ് വഴി സർക്കാർ തന്നെ കളക്ട് ചെയ്ത് സർക്കാർ അത് ഒരു സ്വകാര്യ ഏജൻസിക്ക് വിറ്റു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ വ്യക്തിഗത വിവരങ്ങൾ വിറ്റു എന്നത് മാത്രമല്ല, ഇതൊരു സ്വകാര്യ ഏജൻസി കയ്യിൽ കിടക്കുമ്പോൾ അവർ അത് ഏതെല്ലാം രീതിയിൽ ദുരുപയോഗം ചെയ്യുമെന്നതിനെക്കുറിച്ച് സർക്കാർ ഒരു ചിന്ത പോലും നടത്തിയിട്ടില്ല എന്ന കാര്യം കൂടി പരിശോധിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല IT വിങ്ങിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്ന രീതിയിൽ 10-ലധികം വരുന്ന ഏജൻസികളെ എംപാനൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതും ഇതേ ഡേറ്റ, ബാക്കിയുള്ള ഡേറ്റ കൂടി ചോർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു സ്വകാര്യ ഏജൻസിയെ എംപാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു എന്ന കാര്യങ്ങളടക്കം ചോദിക്കുന്നുണ്ട്. അതായത് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ, നാട്ടിലുള്ള ആളുകളുടെ വിവരങ്ങൾ, അവരെക്കുറിച്ചുള്ള കൃത്യമായ ഡേറ്റകൾ, ഇതെല്ലാം കൂടി മറ്റൊരു സോഴ്സിലേക്ക് കൈമാറുന്ന ഈ രീതിയാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ്. IT ആക്ടിൻ്റെ ചട്ടത്തിനും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള വിധികൾ വന്നിട്ട് പോലും സർക്കാർ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വച്ചിട്ടല്ല, അതിന് പിന്നിൽ സാമ്പത്തികമായ വലിയ കുറ്റകൃത്യമുണ്ട് എന്നൊരു ആരോപണം കൂടിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് കൂടി ചേരുന്നു. ആർ ശ്രീജിത്ത്, വലിയ രാഷ്ട്രീയ വിവാദമായി ഈ ഡാറ്റാ ചോർച്ച മാറുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണം കടുപ്പിക്കുന്ന നിലയിലേക്കാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മാറുന്നത്. എന്തൊക്കെയാണ് ഈ രാഷ്ട്രീയ വിവാദവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, ഈ വിവാദത്തിൻ്റെ പുതിയ തലങ്ങൾ? ദിലീപ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരെ വന്ന ഗുരുതരമായ ആരോപണങ്ങളിലൊന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല, UDFിൻ്റെ പ്രചാരണ സമിതി അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. നേരത്തെ സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി അവർക്ക് സന്ദേശം അയച്ചു എന്നതായിരുന്നു ആരോപണം. അത് കോടതി കയറിയ ആരോപണമാണ്. ഇന്നും ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിന് പിന്നാലെയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട 35 ലക്ഷം സ്ത്രീകളുടെ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി സ്വകാര്യ ഏജൻസിക്ക് നൽകി
എന്ന ആക്ഷേപം വരുന്നത്. അക്കാര്യത്തിൽ ഈ ആരോപണത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്നത് ഡാറ്റ നേരത്തെ സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ എന്ന പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ആരോപണം നീളുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും IT വകുപ്പിന് ചുമതലയുണ്ടായിരുന്ന ശ്രീറാം സാംബശിവറാവുവിനെതിരെയാണ് ആരോപണം. ഈ ഡാറ്റാ വിവരങ്ങൾ സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനും മറ്റും നേതൃത്വം നൽകിയത് ശ്രീറാം സാംബശിവറാവുവാണ്. രണ്ടാം ശിവശങ്കറാണ് ഈ സാംബശിവറാവു എന്ന ആരോപണമാണ് ചെന്നിത്തല ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായി ഇത് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ച പോലെ സ്പ്രിംഗ്ലറായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന ആക്ഷേപമെങ്കിൽ ഇപ്പോൾ വീണ്ടും ഒരു ഡേറ്റാ ചോർച്ച കൂടി രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലേക്ക് വരികയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിന്റെ സംഭവവികാസങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF ഇക്കാര്യത്തിൽ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.